മോളെ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആരാ? ഞാൻ സുഭാഷ്. നിമിഷ ജോലി ചെയ്യുന്ന ഓഫീസിലാ ഞാനും ജോലി ചെയ്യുന്നത്. ഓഹോ. ഇത് മോഹിനി, എന്റെ പെങ്ങടെ മകൻ. വലിയ ചിത്രകാരിയാണ്. ഞാൻ ശ്രദ്ധിക്കായിരുന്നു. വെറുതെ ഒരു ടൈം പാസ്. ഹായ് സുഭാഷ്, ഇതെങ്ങനെ ഇവിടെ എത്തി? കണ്ടുപിടിച്ചെത്തി. ചേച്ചി, ഇതാ ഞാൻ പറയാറുള്ള സുഭാഷ്. ഇതെന്റെ അച്ഛൻ. ഞങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ചേച്ചി, എനിക്ക് സുഭാഷിനോട് ചിലത് സംസാരിക്കാനുണ്ട്. വരൂ. ഓക്കെ സുഭാഷ്, ഇനിയും കാണാം. ഇടയ്ക്കൊക്കെ വരണം. ഓ ഷുവർ, വരട്ടെ. ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ. ശരിക്കും ഷോക്കായല്ലേ? ആയി. എന്റെ വിവാഹക്കാര്യം ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്തിന്? എന്നിൽ നിന്ന് ഒളിച്ചോടാനാ? അതെ, ഒരുതരം രക്ഷപ്പെടൽ. ഒന്നും എന്നോട് ചോദിക്കരുത്. പറഞ്ഞാലല്ലേ അറിയാൻ കഴിയൂ. വിവാഹ പന്തൽ കാണാൻ വന്ന ഞാൻ സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ക്രൂരമായ സന്തോഷം. അതിൽ അർത്ഥമില്ല. ഞാൻ തീരുമാനത്തിൽ നിന്നും മാറുന്നവളല്ല. ഇതൊരുതരം പിടിവാശിയാണ്. പറയൂ, എന്തായിരുന്നു പ്രശ്നം? എന്നിൽ നിന്നും വല്ല തെറ്റും സംഭവിച്ചോ? അതോ എന്റെ രീതികൾ? ഒന്നുമല്ല. സുഭാഷിന്റെ രീതികൾ എനിക്കിഷ്ടമാണ്. പക്ഷേ പ്രേമിക്കാനോ വിവാഹം കഴിക്കാനോ ഞാൻ തയ്യാറല്ല. കാരണം? പലതാണ്. ഞാനൊന്നും പറയില്ല. സുഭാഷ് ഇപ്പൊ പോകൂ. ഇപ്പൊ പോകുന്നു. പക്ഷേ ഞാൻ കാത്തിരിക്കും നിമിഷയുടെ കടുത്ത തീരുമാനം മാറുന്നതുവരെ. എന്തിനാ വെറുതെ നടക്കാത്ത കാര്യത്തിനായി ജന്മം തുലയ്ക്കുന്നു? അതും എനിക്കിഷ്ടമാണ്. നല്ലൊരു വിവാഹം കഴിച്ച് എല്ലാം മറന്ന് ജീവിക്കുക. എന്നെ എന്റെ പാട്ടിന് വിടുക. തീരുമാനം എനിക്കും ആകാമല്ലോ. ഞാൻ വരും. ഇനിയും നിമിഷയെ കാണും. സുഭാഷേ, നിനക്കിത് എന്ത് പറ്റി? നിന്നെ അന്വേഷിക്കാത്ത ഇടമില്ല. ശരി, പോയ കാര്യം എന്തായി? അവൾ പറഞ്ഞതെല്ലാം പച്ച കള്ളായിരുന്നു. അപ്പൊ വിവാഹം നടന്നില്ലേ? ഇല്ല. പിന്നെ എന്തിനാ അവൾ ഓഫീസ് വിട്ടുപോയി? ഇനി വല്ല തകരാറും, വല്ല അസുഖവും? അതൊന്നുമല്ല. നല്ല ഹാപ്പി മൂഡിലായിരുന്നു. അച്ഛൻ, ചേച്ചി, അനിയത്തി എല്ലാവരുമായി ചേർന്നുള്ള ജീവിതം. ജോലി ചെയ്ത് ജീവിക്കേണ്ട ഗതികേടില്ലല്ലോ. അതായിരിക്കും. എന്നിൽ നിന്നും ഒളിച്ചോടുകയായിരുന്നു. എന്തിന്? നിന്നെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു അവൾ. ആണുങ്ങൾ പുറകെ നടക്കുന്നത് ചിലർക്ക് ഹരമാണ്. അത്രക്കാരിയല്ല അവൾ. അല്ല, അമ്മാവനോടും ചേച്ചിയോടും നേരിട്ട് പറഞ്ഞുകൂടായിരുന്നു? അവര് നിർബന്ധിച്ച ചിലപ്പോ. അതും ശ്രമിച്ചു. അവൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇനിയും ഞാൻ അവിടെ പോകും. നീ വരുന്നോ? അയ്യോ, അന്യ നാടാവാനെ. നാട്ടുകാർ കഴിക്കും. ഞാനില്ല. എന്തായാലും ഞാൻ പോകും. സത്യം എന്തെന്ന് കണ്ടുപിടിക്കും. അതെന്തു ആട്ടെ. വാ. നമ്മൾ ലേറ്റായോ? എവിടെ എവിടെയായിരുന്നു രണ്ടാളും കൂടി? മാനേജർ ഇപ്പൊ അന്വേഷിച്ചതേ ഉള്ളൂ. നിമിഷക്ക് ഫോൺ ചെയ്യാൻ പോയതാ. ഒരു വിവരവും കിട്ടുന്നില്ല. ഞാൻ ഫോൺ ചെയ്തതല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാനിട്ട് ചോദിച്ചില്ല. നീയും എന്തൊക്കെയോ മറക്കുന്നുണ്ട്. ഞാനോ? എനിക്കെന്ത് കാര്യം? നിന്നോട് അവൾ പറയാതിരിക്കില്ല. അല്ല, എന്താണ് അവൾ പറഞ്ഞത്? പറ. നീ ഇങ്ങനെ കുത്തി ചോദിച്ചാലോ? റിലാക്സ് സുഭാഷ്. നീയല്ലേ നേരിട്ട് പോയി അന്വേഷിച്ചത്? അപ്പൊ അവിടെ പോയല്ലേ? പോയി. അവൾ പറഞ്ഞതൊക്കെ വെറുതെയാണ്. അങ്ങനെ ഒരു വിവാഹത്തിന്റെ പ്രശ്നമേ ഇല്ല. പിന്നെന്തിനാ അവൾ ലീവിൽ പോയി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ കാര്യമല്ല, മറ്റൊരു വിവാഹത്തിന് അവൾ തയ്യാറല്ല. അതാണ് പ്രശ്നം. ഇത് പുഴയുന്ന പ്രശ്നമാണല്ലോ മധു. എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അവൾ അങ്ങനെ പറയില്ല. അതെ, അത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതെന്താണെന്ന് അറിയണം. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമാണ്. പ്രേമോന്ന് പറയുന്നതേ അലർജിയും. ഞാനത് കണ്ടുപിടിക്കും. ആ വീട്ടിലെ അംഗങ്ങളെ പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ എനിക്ക് തോന്നിയതാ. ഞങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കാം. അതെ. ഓഫീസിൽ വെച്ച് നിമിഷ കല്യാണമാണ്, ലീവിൽ പോവുകയാണ് എന്നൊക്കെയാ എന്നോട് പറഞ്ഞത്. ഔദ്യോഗികമായി ക്ഷണിക്കാൻ വരുമെന്നും പറഞ്ഞു. ചെറുപ്പം മുതലേ അവൾ അങ്ങനെയാണ്. സ്വന്തമായ ചിന്തകൾ, രീതികൾ ഒരിക്കലും മറ്റാർക്കും പിടികൊടുക്കില്ല. അതെന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടെന്നൊരു മാറ്റം. അതായത് കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ വിട്ടുപിരിയാൻ അവൾക്കാവില്ല. അതുകൊണ്ട് അങ്ങനെ അവൾ പറഞ്ഞത്. ഇത് വല്ലാത്തൊരു ഹാബിറ്റ് തന്നെ. എത്ര കാലം ഇങ്ങനെ? എല്ലാവർക്കും
അവരവരുടേതായ ജീവിതം ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. അപ്പോൾ എല്ലാം തനിയെ മാറും. ഞാൻ കരുതി എന്നോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കുമെന്ന്. അവൾ ആരെയും വെറുപ്പിക്കില്ല. സ്നേഹം പുറത്ത് കാണിക്കുകയില്ല. ഇത്രയ്ക്ക് സ്പീഡായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും അങ്ങനെയാ കരുതിയത്. പക്ഷെ സംഗതി അതിവിരിയ പ്രേമമാണ്. സുഭാഷ് ഓഫീസിന് വരുന്നില്ല, വീട്ടിലും ഇല്ല. പിന്നെ എവിടെ പോയി? അവളുടെ അടുത്തേക്ക്. അവനാണെങ്കിൽ അവളെ മറക്കാനാവില്ല. അവളൊട്ട് അടുക്കുന്നുമില്ല. ആ, ഇങ്ങനെ പോയി പോയി വല്ല അവിവേകവും ചെയ്യൂ. ഞാനും അത് പേടിക്കുന്നുണ്ട്. നമുക്ക് നിമിഷം ഒന്ന് പോയി കണ്ടാലോ? ഇപ്പൊ വേണ്ട, ആദ്യം ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ഒന്നുകിൽ രണ്ടാള് ഒന്നിക്കണം നല്ല ജീവിതത്തിന്, അല്ലെങ്കിൽ ഒരാൾ നശിക്കണം. ഇതേ നടക്കൂ. ഞാൻ അവളെ വിളിച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് മതി മുൻവിധിയൊക്കെ. ആ ചേച്ചി വളരെ ആലോചനയിലാണല്ലോ. സുഭാഷ് വന്നിട്ട് ഒരുപാട് നേരമായോ? വന്നേ ഉള്ളൂ. അമ്മാവനെയോ നിമിഷയെയോ ആരെയും കണ്ടില്ല. ഇവിടെ ആരുടെയും സഹായമില്ലാതെ പുറത്തു പോകാൻ കഴിയുന്നവര് അവര് രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും അവർ തന്നെ പോണം. സോറി ചേച്ചി, ഞാൻ അറിയാതെ. സാരമില്ല. ആ, നിമിഷം ഒന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല. അവൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ സിമ്പതി നേടാൻ അവളൊന്നും പറയൂല. എന്നാലും ഇക്കാര്യം പറയാമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ചെറുപ്പത്തിലെ ഏയ്, ലോകം പിടിച്ചെടുക്കാൻ ആവേശമുള്ള യൗവനത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചത്. എങ്ങനെ? വല്ല ആക്സിഡന്റും? അല്ലെന്നും ആണെന്നും പറയാം. അതൊരു വല്ലാത്ത കഥയാണ്. വീട്ടിലാണ്. ചേച്ചി എന്താ സുഭാഷിനോട് കഥ പറയാൻ ഒരുങ്ങാണോ? ഹേയ്, ഞാനെന്ത് പറഞ്ഞു? സുഭാഷിന്റെ ആകാംക്ഷ തെല്ലെന്ന് കുറയ്ക്കാമെന്ന് കരുതി. നിമിഷേ, എനിക്ക് ചേച്ചിയുടെ ചിത്രങ്ങൾ വളരെ ഇഷ്ടമായി. ചിലത് കിട്ടിയാ കൊള്ളാമെന്നുണ്ട്. വിൽക്കാനല്ല ചേച്ചി വരയ്ക്കുന്നത്. നിമിഷേ, സുഭാഷ് വിലക്കല്ല ചോദിച്ചത്. സുഭാഷിന് ഏത് ചിത്ര വേണ്ടത്? ഏതും. എനിക്ക് ഈ വീട്ടിലെ എന്തും ഇഷ്ടമാണ്. പിന്നെ എന്റെ ഒരു ചിത്രം കൂടി ചേച്ചി വരച്ചു തരണം. അതിനെന്താ, ഒരു ദിവസം ഒരുങ്ങി വരൂ, ഞാൻ വരച്ചു തരാം. നിമിഷേ, ഞാൻ വന്നത് ബുദ്ധിമുട്ടായില്ലല്ലോ? ആയാലും ഞാൻ വരും. അച്ഛനോട് ചോദിച്ചായി പറയണം. വരട്ടെ. ആ, നീ സുഭാഷിനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. പിന്നെ എല്ലാ കഥകളും അറിഞ്ഞ ചേച്ചി എന്താ ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ? എന്തോ മനസ്സ് പറയുന്നു സുഭാഷ് ഈ വീട്ടിലെ ഒരു അംഗമാണെന്ന്. ഹലോ ഹലോ, ആരാ? ഞാനാടി മരക്കഴുതേ. ഹായ്, നിന്റെ കാര്യം ഞാൻ ഇപ്പൊ ഓർത്തേ ഉള്ളൂ. അതെന്തിനാ ആവശ്യമില്ലാതെ നീ എന്നെ ഓർക്കുന്നത്? എങ്ങനെയുണ്ട് ഓഫീസ് ജീവിതം? നീ ഇല്ലാത്തിന്റെ ബോറടി കുറച്ചൊന്നുമല്ല. ആ പിന്നെ സുഭാഷ് ഇപ്പോ ഓഫീസിൽ വരാറില്ല. അതെന്താ? നീ തന്നെ കാരണം. നിന്നെ കാണണമെന്നും പറഞ്ഞ് ഇവിടുന്ന് സ്ഥലം വിട്ടതാ. നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? കണ്ടിരുന്നു. നീ ആ പാവത്തിനെ പൊരിഞ്ഞൊളിപ്പിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല. അത് മതി. അസ്ഥയിൽ പിടിച്ച പ്രേമമാ. കക്ഷി എവിടെ പോയതാന്ന് മധുവിന് അറിയില്ലേ? അത് മറ്റൊരു വട്ടുകേസ്. അത് പോട്ടെ, നിനക്കുള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ചലനം ഉണ്ടല്ലേ? ഇല്ല. എന്തിനാ മോളെ? മതി മതി വെയിറ്റിട്ടത്. ഒന്ന് അയഞ്ഞു കൊടുക്ക്. നീ ദൂത് പറയാൻ വിളിച്ചതാണല്ലേ? അതെ. സുഭാഷ് ആകെ അപ്സെറ്റാ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്കുള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ചലനം ഉണ്ടല്ലേ? മതി മതി വെയിറ്റിട്ടത്. ഒന്ന് അയഞ്ഞു കൊടുക്ക്. അമ്മാവ, ഒറ്റ നോട്ടത്തിൽ തന്നെ സുഭാഷ് നല്ല ആളാണെന്ന് തോന്നുന്നു. അതെ, ഇത് നടക്കുകയാണെങ്കിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടേനെ. അങ്ങനെ എനിക്ക് മാത്രം ഇവിടുന്ന് രക്ഷപ്പെടണ്ട. ഞാൻ നിങ്ങൾക്ക് ശല്യമായോ? നിമിഷേ, എന്റെ ജീവിതം ഈ വീൽചെയറിൽ ഒടുങ്ങി. നീയെങ്കിലും രക്ഷപ്പെടണം. അപ്പൊ ദേവികയോ? അവളുടെ കിടപ്പ് കണ്ടില്ലേ? ഇതെല്ലാം മറന്ന് എനിക്ക് ജീവിക്കാനാവുമോ? മറക്കുക, അതാണ് വേണ്ടത്. ഇതെല്ലാം അറിയാവുന്ന ചേച്ചി ഇങ്ങനെ പറഞ്ഞാലോ ഒക്കെ എളുപ്പം മറക്കാനാവുമോ? നിമിഷേ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കുട്ടി. ഒരാളെങ്കിലും വേണ്ട. എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട.
എത്തി. പുറത്ത് ആരെയും കണ്ടില്ല. എവിടെ പോയി അമ്മാവനും ചേച്ചിയും? അവർ പുറത്തുപോയി. അല്ല, എന്താ ഓഫീസിൽ പോകാത്തത്? വല്ലാത്ത ഉഴപ്പാണല്ലേ? നിന്റെ കസേര ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അവിടെ ഇരിക്കാൻ എനിക്കാവില്ല. അത് വെറുതെ. സത്യമാ ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ അർത്ഥം വെച്ചുള്ള നോട്ടങ്ങൾ, പരിഹാസങ്ങൾ മടുത്തു. ഞാൻ വന്നാലോ? അതിനല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. വന്നില്ലെങ്കിലോ? ഇതുപോലെ ഞാൻ അലയും. എനിക്ക് സുഭാഷിനെ ഇഷ്ടമാണ്. പക്ഷേ കണ്ടില്ലേ ചേച്ചിയുടെ അവസ്ഥ? ചേച്ചിക്ക് നമ്മൾ ഒന്നിക്കുന്നത് സന്തോഷമുള്ള കാര്യമില്ലേ? എന്റെ ഒരു ദുഃഖം ചേച്ചിയാണ്. മറ്റൊന്ന്, വരൂ. ഇതാ കിടക്കുന്ന കണ്ടില്ലേ? അമ്മാവിന്റെ മോള. ഇത് വേറൊരു ദുഃഖം. ഒക്കെ നമുക്ക് ശരിയാക്കാം. നല്ല ഡോക്ടറെ കണ്ട് ദേവികയെ ചികിത്സിപ്പിക്കാം. ആ, നിന്റെ സന്തോഷമല്ലേ എന്റെയും. ഞാനുണ്ട് നിനക്ക്. നിന്റെ ദുഃഖം എന്റേതുമാണ്. സോറി. സുഭാഷിന്റെ നല്ല മനസ്സ് ഞാൻ കണ്ടില്ല. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം നമ്മിൽ പ്രേമം നൽകി, പ്രേമം നമ്മിൽ രാഗം നൽകി, പാടൂ കാട്ടുമൈനേ. ആ? ആ.